കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു. ഉടനെ പ്രഖ്യാപനമുണ്ടാകുമെന്നായിരുന്നു ഡൽഹിയിലെ ചർച്ചയ്ക്ക് ശേഷം നേതാക്കളുടെ പ്രതികരണമെങ്കിലും ഇതുവരെ പട്ടിക പുറത്തുവന്നിട്ടില്ല. കെ സുധാകരൻ ഇളവ് അനുവദിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ കോന്നിക്കായി അടൂർ പ്രകാശും സമ്മർദ്ദം ശക്തമാക്കി. ഹൈക്കമാൻഡിന് അടൂർ പ്രകാശ് കത്തയച്ചു. താൻ കോന്നിയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് നേതാക്കൾ അറിയിച്ചെന്ന് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. കൊച്ചി മണ്ഡലത്തിൽ ആർക്ക് നറുക്കു വീഴുമെന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച ദീപ്തി മേരി വർഗീസിന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും അനുകൂലികൾ മുന്നൊരുക്കങ്ങൾ സജീവമാക്കി. ഇന്നലെ രാത്രി പറഞ്ഞിട്ടില്ല, ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, പ്രതീക്ഷ എന്ന് പറയാനൊന്നുമില്ല. പാർട്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളായിട്ട് പോകും. അല്ല, ഒരു പരിഭവവും ഇല്ല. പാർട്ടി തീരുമാനിക്കട്ടെ. UDF ജയിക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. അതിനിടെ സീറ്റില്ലെങ്കിൽ സ്വതന്ത്രനായി പെരുമ്പാവൂരിൽ മത്സരിക്കാനാണ് എൽദോസ് കുന്നപ്പിള്ളിയുടെ തീരുമാനം. പെരുമ്പാവൂരിൽ എൽദോസ് അനുകൂലികൾ പ്രകടനം നടത്തി. ഡൽഹിയിൽ നിന്ന് വിനീത വിജി, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം വിനീതയിലേക്കാണ്. വിനീത, ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ദിവസം പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഈ സസ്പെൻസ് ഇത് എന്ന് അവസാനിക്കും? അമൃത, ഈ രണ്ടാം ഘട്ട പട്ടിക അത് ഉടൻ ഉണ്ടാകുമെന്ന് നേതാക്കൾ പറയുമ്പോഴും ഇനി എപ്പോൾ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. കാരണം ഇന്നലെ മാരത്തോൺ ചർച്ചകൾ നടന്നതാണ്. അതിൽ ഒരു പ്രത്യേക യോഗം ചേരുകയും ഒപ്പം തന്നെ ഇതുവരെ ഇല്ലാത്ത ഒരു ചില കീഴ്വഴക്കം എന്ന തരത്തിൽ ആദ്യം ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നു, വീണ്ടും ആ യോഗം ചേർന്നു. അതിനുശേഷം ഇന്നലെ രാത്രി ഏതാണ്ട് 3 മണി വരെ നീണ്ടു നിൽക്കുന്ന യോഗം മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്നു. തൊട്ട് പിന്നാലെ ഞങ്ങളിതാ ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും, രണ്ടാം ഘട്ട പട്ടിക ഇപ്പോൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞിതാ ഇപ്പോൾ ഇത്ര മണിക്കൂറായിട്ട് ഈ പട്ടിക എവിടെ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. പട്ടിക വൈകുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോഴും ലഭ്യമാവുന്നത്. അത് ആദ്യഘട്ടത്തിൽ നേതാക്കൾ പറഞ്ഞിരുന്നത് ചില മണ്ഡലങ്ങൾ, ഏതാണ്ട് 5ഓളം മണ്ഡലങ്ങൾ സംബന്ധിച്ച് അവിടെ ചില പാനലുകളായിട്ടാണ് പേരുകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ചില ചർച്ചകൾ പുരോഗമിച്ചതാണ് ഇത്തരം ഈ പട്ടിക നീണ്ടുപോകാൻ ഇടയാക്കിയതെന്നുള്ള വിവരങ്ങളായിരുന്നു ലഭ്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ തന്നെ പരിഹരിച്ചു എന്ന് പറയുമ്പോഴും ഈ പട്ടിക എവിടെ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ച ഇതാ മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിൽ രണ്ടാം ഘട്ട പട്ടികയിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. പിന്നാലെ വലിയ ചർച്ചകൾ നടന്നു. ഏതാണ്ട് 2 ദിവസമാണ് ഈ രണ്ടാം ഘട്ട പട്ടികയിൽ മേൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നത്. നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിലെത്തി പ്രത്യേകം കൂടിക്കാഴ്ചകളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മണിക്കൂറുകൾ ഇത്രയും പിന്നിട്ടിട്ടും ഈ പട്ടിക ഇനിയും ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്, പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അധികം വൈകാതെ തന്നെ പട്ടിക ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ചില മണ്ഡലങ്ങളിൽ സംബന്ധിച്ചുകൊണ്ടുള്ള ചില തർക്കങ്ങളാണ് ഇപ്പോൾ ഇടുക്കി, ഒപ്പം തന്നെ കൊച്ചി ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ, തെക്കൻ മേഖലയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ, ജില്ലകളിലെ മണ്ഡലങ്ങളിലേക്കൊക്കെ തന്നെ ചില മേഖലകൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും തുടർന്ന് ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് ഈ പേരുകൾ നൽകിയിട്ടുണ്ടായിരുന്നുവെന്നും അവരാണ് അതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും ഒക്കെയായിരുന്നു നേതാക്കൾ നൽകിയിരുന്ന വിശദീകരണം. പക്ഷേ അങ്ങനെ ഒരു വിശദീകരണം നൽകുമ്പോഴും ഇന്നലെ കഴിഞ്ഞ യോഗം, അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം വീണ്ടും ഈ പട്ടിക ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് നിലവിലുള്ളത്. അത് മറ്റ് പാർട്ടികളെ മുൻനിർത്തി നോക്കുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇതിനോടകം പ്രചരണവുമായി രംഗത്ത് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇത്രയും നാൾ ചർച്ചകൾ നടത്തിയിട്ടും, അത് തുടക്കത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഇതാ രണ്ടാം ഘട്ട പട്ടിക ഇനിയും പ്രഖ്യാപിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് നിലവിലെ സ്ഥിതിഗതികൾ. ശരി, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ലാൽ, കൊച്ചിയിലേക്ക് വന്നാൽ അവിടെ ഒരാളുടെ പേരിലേക്ക് നേതൃത്വം ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷേ ദീപ്തി മേരി വർഗീസിന് വേണ്ടിയും അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസിന് വേണ്ടിയും അനുകൂലികൾ പ്രചാരണമൊക്കെ ആരംഭിച്ചു അല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ വൈകുന്നേരം ഏകദേശം 10 മണി വരെ കൊച്ചിയിലെ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് മുഹമ്മദ് ഷിയാസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ ആളുകൾ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അതേസമയം വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ദീപ്തി മേരി വർഗീസും അവിടെ സജീവമായിരുന്നു. ദീപ്തിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഷിയാസിന് സ്വാഗതം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്ത് സ്വാഗതം, ഏത് സ്വാഗതം എന്നോ പ്രചരണമെന്നോ കാര്യങ്ങളിലോ ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല തനിക്ക് നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് മറ്റൊരു സീറ്റിൽ പരിഗണിക്കാം, മറ്റൊരു കാര്യത്തിൽ പരിഗണിക്കാം എന്നുള്ളതായിരുന്നു. ചോദിച്ച സീറ്റ് തൃക്കാക്കരയായിരുന്നു. തൃക്കാക്കര ഏതായാലും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കൊച്ചിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊള്ളാൻ നേതൃത്വം തന്നെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് തൻ്റെ തയ്യാറെടുപ്പുകൾ എന്ന രീതിയിൽ തന്നെ
തന്നെ ദീപ്തി ഉറച്ചു നിൽക്കുന്നുണ്ട്. ദീപ്തി ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ അടിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്ന രീതിയിൽ വന്നത്. അതേസമയം മുഹമ്മദ് ഷിയാസിന് വേണ്ടി പ്രവർത്തകർ ഒരു ഘട്ടത്തിൽ അവിടെ തയ്യാറെടുത്ത് നിൽക്കുന്നുമുണ്ട്. രാത്രി വൈകി വേളയിലാണെങ്കിൽ പോലും പറഞ്ഞത് മുഹമ്മദ് ഷിയാസ് ആണെങ്കിൽ സന്തോഷം, മറ്റാരാണെങ്കിലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം CPM ഉറച്ച സീറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ A ക്ലാസ് മണ്ഡലം എന്ന രീതിയിൽ തന്നെയാണ് CPM ഈ മണ്ഡലത്തെ കാണുന്നത്. തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ളത്. നേരത്തെ ടോണി ചമ്മണി മത്സരിച്ച സീറ്റായിരുന്നു അത്. ആ സീറ്റ് ഇത്തവണ ഷിയാസിന് അല്ലെങ്കിൽ ദീപ്തിക്ക് എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. മുൻതൂക്കം ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് ഷിയാസിന് തന്നെയാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവിടെ ഒരു കളം ഒരുക്കി വെച്ചിട്ടുണ്ട് മുഹമ്മദ് ഷിയാസ്, അദ്ദേഹത്തിന് അനുകൂലമായി തന്നെ. മാത്രമല്ല ലാറ്റിൻ സഭയ്ക്ക് വലിയ പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ് കൊച്ചി മണ്ഡലം എന്ന് പറയുന്നത്. ലാറ്റിൻ സഭയ്ക്ക് വലിയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് എങ്കിൽ പോലും മുഹമ്മദ് ഷിയാസിന് പ്രവർത്തകരുടെ ഇടയിലും സഭയുടെ ഇടയിലും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല ദീപ്തി സഭകളുമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്, പല ഘട്ടങ്ങളിലും അവരുമായി നേരിട്ട് ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ദീപ്തിക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. സഭകളുടെ ഭാഗത്തുനിന്ന് അടക്കം പിന്തുണയുണ്ടാകും എന്ന് ദീപ്തിയും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇരുപക്ഷവും ഇപ്പോഴും തൃശങ്കുവിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് കൊച്ചിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി വൈകിയ വേളയിൽ ലിസ്റ്റ് വരും എന്ന് പ്രതീക്ഷിച്ചു, ഇന്ന് രാവിലെ വരുമെന്ന് പ്രതീക്ഷിച്ചു, അല്പസമയങ്ങൾക്ക് മുമ്പ് വരുമെന്ന് പ്രതീക്ഷിച്ചു, ഇനി 7 മണിയോട് കൂടി വരുമെന്നെല്ലാം പറയുന്നുണ്ട്. എപ്പോഴത്തേക്ക് ലിസ്റ്റ് വരും എന്നറിയില്ല. പക്ഷേ സമയം വൈകുന്തോറും പ്രവർത്തകരുടെ ഇടയിലും അതോടൊപ്പം തന്നെ നേതാക്കളുടെ ഇടയിലും വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ആർക്ക് എപ്പോൾ എങ്ങനെ എന്നൊരു ചോദ്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മാത്രമല്ല മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിഭാഗത്തിന് വേണ്ടിയിട്ടും ഇരുപക്ഷത്തു നിന്നുള്ള ആളുകളും സജീവമായി പല ഘട്ടങ്ങളിലായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ദീപ്തി മേരി വർഗീസ് പോസ്റ്റർ അടക്കം പ്രചരിപ്പിച്ച് രംഗത്തേക്ക് ഇറങ്ങിയെങ്കിൽ ഡിജിറ്റൽ പോസ്റ്ററുകളുമായിട്ടാണ് ഇന്നലെ മുഹമ്മദ് ഷിയാസിന്റെ വാഹനങ്ങൾ കൊച്ചി നഗരത്തിൽ പര്യടനം നടത്തിയത്. കൊച്ചി മണ്ഡലത്തിന്റെ പ്രധാന ഇടങ്ങളിലെല്ലാം പര്യടനം നടത്തിയത്. പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തോടു കൂടിയാണ് നിന്നത്. പെരുമ്പാവൂരിലേക്ക് എത്തുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലാണ് മറ്റൊരു ചോദ്യം നിലനിൽക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 കൊല്ലം മുമ്പേ തന്നെ മണ്ഡലത്തിൽ സജീവമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. ഗ്രാമ വഴികളിലൂടെ തന്നെ നടന്ന ഓരോ പ്രവർത്തകരെയും ഓരോ വീടുകളെയും നേരിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ എൽദോസ് കുന്നപ്പള്ളിയോട് മത്സരിക്കാനുള്ള സാധ്യതയില്ല എന്ന കാര്യം പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പള്ളി ഈ കാര്യത്തിൽ വലിയ വിഷമമുണ്ട് എന്നുള്ളതാണ്. കാരണം സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ സാധ്യതയില്ലെങ്കിൽ ഒരുപക്ഷെ നേരത്തെ പറയാമായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും പറയാതെ മണ്ഡലത്തിൽ ഏകദേശം 1.5 കൊല്ലം മുമ്പ് പ്രചരണ പരിപാടികൾ ആരംഭിച്ച ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി. അതിൻ്റെ മനോവിഷമം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല സമാനമായ ആരോപണങ്ങളുള്ള ആളുകൾക്ക് സീറ്റ് കൊടുക്കുമ്പോഴും എന്തുകൊണ്ട് തന്നെ അവഗണിക്കുന്നു എന്നൊരു ചോദ്യമാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിനകത്ത് സഭകളുടെ ഇടപെടലുണ്ട് എന്ന ആരോപണം തള്ളിക്കളയുന്നുണ്ട്. നേരത്തെ എറണാകുളം ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന മനോജ് മുത്തേടൻ ഇതേ മണ്ഡലത്തിൽ തന്നെയുള്ള ആളാണ്. അദ്ദേഹത്തിനാണ് നിലവിൽ മുൻതൂക്കം നൽകിയിരിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഇവിടെ പലപ്പോഴായി കാണുന്നുണ്ട്. ഇന്ന് അനുകൂലമായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തകർക്ക് മുന്നിൽ ഒരു വിശദീകരണ യോഗം അദ്ദേഹം നടത്തും. വേണ്ടി വന്നാൽ സ്വതന്ത്രനായി മത്സരിക്കാനും തയ്യാറാണ് എന്നുള്ളതാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ നിലപാട്. ശരി, കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ലാൽ കൃഷ്ണ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.